ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ എല്ലാവർക്കും അറിയായിരിക്കും വിചാരിക്കുന്നു. മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ മൈൻഡ് സെറ്റിൽ അയാൾ ഫുൾ ടൈം ലൈഫ് ടൈം ലോങ് ടൈമിലേക്ക് ചിന്തിച്ചു വെക്കുന്ന ഒരേ ഒരു മിഷൻ ഉണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യലോടുകൂടെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് പാവപ്പെട്ട കുറച്ച് ആളുകളെ ഹെൽപ്പ് ചെയ്യുക. അത് അവർക്ക് എന്നും ഓർക്കാനുള്ള ഒരു കാര്യം അതേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരെ ഒട്ടുമിക്ക ബിസിനസ്മാൻമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലൊക്കെ പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന കച്ചവടക്കാർ അവർ ശരിക്കും യഥാർത്ഥ കച്ചവടക്കാരല്ല. കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളുടെ വേദനയും വിഷമങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കും. അപ്പൊ കുറെ ആൾക്കാർ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ്, വീഡിയോക്ക് വേണ്ടിയാണ്, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കും. ഇനി ഓക്കെ, അങ്ങനെയൊക്കെ ആണെന്ന് തന്നെ കൂട്ടിക്കോ. ബിസിനസിന്റെ മാർക്കറ്റിങ്ങിനാണ് അല്ലെങ്കിൽ റീച്ച് കിട്ടാനാണ് അവർ അതെങ്കിലും ചെയ്യുന്നില്ലേ? ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ചെയ്യുന്ന ആൾക്കാരെ പൊങ്കാലിടാനും കല്ലെറിയാനും എന്തോരം ആൾക്കാരാ. അപ്പം ഒന്ന് മനസ്സിലാക്കുക, ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അവർക്ക് കിട്ടുന്ന ആ വരുമാനത്തിന്റെ ഭാഗത്തിൽ നിന്നല്ല അവരിതൊക്കെ ചെയ്യുന്നത്. കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനമായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ ചെയ്ത് കിട്ടുന്ന വരുമാനമായിരിക്കും. അതിന്റെ കൂടെ ആയിരിക്കും ചാരിറ്റീൻ്റെ ഒരു വീഡിയോ. അവരുടെ ഒരു തൊഴിലാണ്. ഈ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇന്ന് വീഡിയോയെ കാണരുത്. വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് അവർ പോസ്റ്റ് ചെയ്ത് അതിലൂടെ വരുമാനം കിട്ടുകയാണെങ്കിൽ ആ വരുമാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ, അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ക്യാൻസർ പോലത്തെ മഹാവ്യാധി രോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ ചികിത്സക്ക് വേറെ വഴിയില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഉപകാരമാണെങ്കിൽ ആവണമെങ്കിൽ ആയിക്കോട്ടെ. കുറെ കാലം മുമ്പ് നമ്മൾ ഫിറോസ് കുന്നുപറമ്പലിനെ ഇഷ്ടംപോലെ ആൾക്കാർ ട്രോളി ഇറങ്ങാറാക്കി, പുള്ളിയും മാനസികമായിട്ട് ഇടങ്ങാറാക്കി. ഇന്നിപ്പോ ടോണി അച്ചായനെ മാനസികമായിട്ട് ഇടങ്ങാറാക്കി. നമ്മളൊരാളുടെ ആളായിട്ട് പറയില്ല. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിച്ച്, അത് വീഡിയോക്ക് വേണ്ടി എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം മാറ്റണം. അതാണ് പ്രശ്നം. അത് വീഡിയോക്ക് വേണ്ടി ആയിക്കോട്ടെ, ഞാനതാ പറയുന്നത്, വീഡിയോക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അവർ ആ കാര്യം ചെയ്യുന്നില്ലേ? നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതോടുകൂടി ആ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തൊരു സന്തോഷമുണ്ട്. അവർക്കൊരിക്കലും പബ്ലിക്കിന്റെ മുമ്പിൽ മുഖം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അവർ ചിന്തിക്കുന്ന ഇത്രയും കാലം കഞ്ഞി കുടിച്ച ആൾക്ക് ഒരു ദിവസമെങ്കിലും ബിരിയാണി കഴിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. അതൊക്കെ ആയിരിക്കും അവര് ചിന്തിക്കുക. ചിലപ്പോൾ കഞ്ഞി പോലും കുടിക്കാനുള്ള വരുമാനം ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ചിലപ്പോൾ ബ്ലോഗർമാരായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടായിരിക്കും വരുന്നത്. അത് വീഡിയോ എടുത്താലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ ഒരിക്കലും അപമാനിക്കലല്ല. അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആവട്ടെ, തിരിച്ചറിവ് വരട്ടെ. അതോടുകൂടി ഞാൻ കമ്പനിക്ക് മാർക്കറ്റിംഗ് കിട്ടുകയാണെങ്കിലും ഇട്ടട്ടെ. കാരണം അങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടിയാലേ ബാക്കിയുള്ള പാവപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെടുള്ളൂ. അവർ അതിനു വേണ്ടിയെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കാം, നമ്മൾ അങ്ങനത്തെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യൂല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ പൊങ്കാലിടാൻ, ഇനിയിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിന് പകരം എനിക്ക് പൊങ്കാലിടാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട്. വരുന്നവർ വന്നോട്ടെ. അത് നമുക്കത് വിഷയമില്ല. നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് അതിനനുസരിച്ച് ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിന് നല്ലത് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, ചീത്തത് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നല്ലത് പറയുന്ന ആൾക്കാർ